കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. നമുക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന. അവിടുത്തെ അനന്തകാരുണ്യം ഒന്നു മാത്രമാണ് അതിൽ പങ്കുചേരുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ കാലം മുതൽ എക്കാലവും അവനെ പിന്തുടരുന്ന ഈ വലിയ കാരുണ്യം ഒരു മഹാരഹസ്യമാണ്. തള്ളിപ്പറഞ്ഞിട്ടും ഒറ്റിക്കൊടുത്തിട്ടും കൈവെടിയാതെ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ തിരുമനസ്സായ ആ അനന്ത കാരുണ്യം തന്നെയാണ് വിശുദ്ധ കുർബാന. ആ വലിയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഓരോ മനുഷ്യാത്മാക്കളും പൂർണ്ണത പ്രാപിക്കുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നെത്തുമ്പോൾ നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം. നല്ല ദൈവം അവിടുത്തെ തിരുഹൃദയവും നമുക്ക് മുന്നിൽ തുറന്നു തരും. നമുക്കങ്ങോട്ട് കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മിലേക്കും പ്രവേശിക്കും. ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേയാൾ ശ്രവിക്കുന്നു. ചേർന്നിരിക്കുന്നവർക്കിടയിൽ സ്വച്ഛമായി നിശ്വാസവായു സഞ്ചരിക്കുന്നതുപോലുള്ള മനോഹരമായ അവസ്ഥയാണ് അത്. നമ്മോടൊത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹവാസമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അനാദികാലം മുതൽ ദൈവം മനുഷ്യാത്മാക്കളോട് കാത്തു സൂക്ഷിക്കുന്ന സ്നേഹതീക്ഷ്ണതയുടെ പൂർത്തീകരണമാണ് ദിവ്യകാരുണ്യം. ഓരോ നിമിഷവും എല്ലാ മനുഷ്യാത്മാക്കളും തന്നോട് കൂടെ ആയിരിക്കണമെന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അത്. അളക്കുവാൻ കഴിയാത്ത ആ അനന്ത സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരാൾക്കും അവിടുത്തെ സ്നേഹവലയത്തിൽ നിന്നും അകലുക സാധ്യമല്ല. അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ കൂടുതൽ ചേർത്തു നിർത്തുന്ന ആ കാരുണ്യം വിസ്മയനീയമാണ്. ഞാൻ 1993 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ടൊരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ സാധിച്ചതും അതിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞതും. അതിനുശേഷമാണ് റെഗുലറായിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങിയത്. 1996 ഞാനൊരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടി. അപ്പോഴാണ് എൻ്റെ ഒത്തിരി സ്വഭാവ വൈകല്യങ്ങളൊക്കെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. പക്ഷേ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടും ആ സ്വഭാവ വൈകല്യങ്ങളൊക്കെ വീണ്ടും എന്നെ പിന്തുടർന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു, ആന്തരിക സൗഖ്യ ധ്യാനമൊക്കെ കൂടിയല്ലോ, എന്നിട്ട് എൻ്റെ പഴയ സ്വഭാവ വൈകല്യങ്ങളെല്ലാം എനിക്ക് ഏതാണ്ട് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ഇത് ഇങ്ങനെയാണ്, ഈ ആന്തരിക സൗഖ്യമൊന്നും ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല, അത് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള മേഖലകളെ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ സക്രാരിയുടെ മുമ്പിലിരുന്ന് ഈശോയോട് കൂടുതൽ തീക്ഷ്ണമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ദിവ്യബലിയിലേക്ക് കൂടുതൽ എന്നെ ആകർഷിച്ചത്. പിന്നീട് സാധാരണതയിൽ ദിവ്യബലി ഒരിക്കലും മുടക്കാറില്ല. എൻ്റെ ഭാര്യയും അന്ന് രണ്ട് മക്കളാണ് ഉള്ളത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചായിരുന്നു മിക്കവാറും അന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ പോയിരുന്നത്. എങ്കിലും 1997 ഒരു മരിയൻ ധ്യാനം കൂടിയപ്പോഴാണ് ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ചും ദിവ്യബലിയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചുമുള്ള കൂടുതൽ ബോധ്യത്തിലേക്ക് ഞാൻ വന്നത്. അതിനുശേഷം വളരെ അപൂർവം ചില ദിവസങ്ങളല്ലാതെ ഒരിക്കൽ പോലും
ഈ ദിവ്യബലി മുടക്കിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത്, ഇതുവരെ നയിച്ചിട്ടുള്ളതും. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മോട് പറയുന്നു, ദിവ്യകാരുണ്യത്തിലെ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. ഇവിടെ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. എൻ്റെ ആത്മാവ്, ശരീരം, ദൈവത്വം എല്ലാം. ഇവിടെ നിന്റെ വരനെപ്പോലെയാണ് ഞാൻ. ഈ സ്നേഹം ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം: പരസ്പര ഐക്യം. നമ്മെ പ്രതി സ്വയം ശൂന്യവൽക്കരിച്ച ദൈവത്തിൻ്റെ സ്നേഹപ്രതീകമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് നോക്കുക. ചെറിയ അപ്പത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഒതുങ്ങി നമുക്ക് മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, സങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെയും ആ ശൂന്യവൽക്കരണത്തിന് ദൈവപുത്രനെ പ്രാപ്തനാക്കിയ സഹനങ്ങളുടെയും നേർക്കാഴ്ചയാണ് അത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ വചനം ഈശോ സ്വന്തം ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയായിരുന്നു. ആ ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നാമും അതുവഴി ശൂന്യവൽക്കരിക്കപ്പെടുക തന്നെ ചെയ്യും. പലപ്പോഴും ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലി ഉണ്ടായിരുന്നു. ജോലിയിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദിവ്യബലിയിൽ ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കൊരു നിർദ്ദേശം കിട്ടിയത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ആ ടെൻഷൻ അങ്ങ് മാറിപ്പോയി. എങ്കിലും പല ആന്തരിക സൗഖ്യം കിട്ടുന്ന പല മേഖലകളും അങ്ങനെ പിന്തുടർന്നു, വൈകല്യങ്ങൾ പിന്തുടർന്നു. അത് ഞാൻ പലപ്പോഴും ദിവ്യബലി പ്രാർത്ഥിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ആന്തരിക പ്രവൃത്തി സ്വഭാവ വൈകല്യങ്ങൾ പതുക്കെ നീങ്ങുന്നതായിട്ട് കാണപ്പെട്ടു. അന്ന് ഓഫീസിലായിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ദുർബലത അല്ലെങ്കിൽ ഒരു വൈകല്യം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മുൻകോപമായിരുന്നു. ഓഫീസിലുള്ളവരോടും വീട്ടിൽ വെച്ചും എൻ്റെ ഭയങ്കര ഒരു മുൻകോപിയായിട്ടാണ് എന്നെ കണക്കാക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഓഫീസിൽ പല ആൾക്കാരും എൻ്റെ മുൻകോപം കൊണ്ട് അതിൻ്റെ വിഷമം അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പലപ്പോഴും എന്നോട് ഓരോ സ്റ്റാഫും ചില ഓഫീസർമാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരുവാൻ പോലും അവർക്ക് മടിയായിരുന്നു, ഭയമായിരുന്നു. പലപ്പോഴും അവരോട് ഞാൻ വല്ലാത്ത രീതിയിൽ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ അത് അങ്ങനെ എൻ്റെ ആ ദുർബലത മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു കാര്യം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ മുൻകോപത്തിൽ നിന്ന് ഒരു വളരെ ശക്തമായൊരു വിടുതൽ എനിക്ക് ലഭിക്കുകയും എല്ലാം സമാധാനത്തോടെ എല്ലാവരെയും സമാധാനത്തോടെ കാണുവാനും അവരുടെ സമാധാനത്തോടെ പെരുമാറുവാനും എനിക്ക് സാധിച്ചു. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു, എല്ലാ പുലർച്ചയ്ക്കും ധ്യാനവേളയിൽ ആ ദിവസത്തെ കഠിന പ്രയത്നങ്ങൾക്കായി ഞാൻ സ്വയം ഒരുങ്ങും. എല്ലാ പ്രതിസന്ധികളിലും ഞാൻ വിജയം നേടുമെന്ന് ദിവ്യകാരുണ്യം എനിക്ക് ഉറപ്പു നൽകുന്നു. അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യത്തോടു കൂടിയല്ലാതെ ഒരു ദിവസം ആരംഭിക്കുക എന്നത് എന്നെ ഭയപ്പെടുത്താറുണ്ട്. ഒരു നിമിഷം ധ്യാനിക്കാം. ദിവ്യകാരുണ്യത്തോട് ചേർന്നുള്ള നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമാകാറുണ്ടോ? സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സദ്ഫലങ്ങൾ എന്നിൽ രൂപപ്പെടാറുണ്ടോ? എന്നിലേക്ക് വലിയ സ്നേഹത്തോടെ ആഗതനാകുന്ന ക്രിസ്തുനാഥനോട് ചേർന്ന് ജീവിത വ്യഗ്രതകളെ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തും നേടിത്തരാൻ മനസ്സായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം.
How beautiful the hands that served the wine and the bread, and the sons of the earth. How beautiful the feet that walked the long dusty roads, and the hill to the cross. How beautiful, how beautiful, how beautiful is the body of Christ. How beautiful the heart that bled, that took all my sin and bore it instead. How beautiful the tender eyes that choose to forgive and never despise. How beautiful, how beautiful, how beautiful is the body of Christ. And as he laid down his life, we offer this sacrifice, that we will live just as he died, willing to pay the price, willing to pay the price. How beautiful the radiant bride who waits for her groom with his light in her eyes. How beautiful when humble hearts give the fruit of pure lives, so that others may live. How beautiful, how beautiful, how beautiful is the body of Christ. How beautiful the feet that bring the sound of good news and the love of the King. How beautiful the hands that serve the wine and the bread, and the sons of the earth. How beautiful, how beautiful, how beautiful is the body of ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും
മനുഷ്യ മനസ്സിന് ദുർഗ്രഹവും നിഗൂഢവുമാണ്. ലോകവിശുദ്ധീകരണത്തിനായി അവിടുത്തോട് ചേർന്നു നിൽക്കുവാനായി ചില ആത്മാക്കളെ എക്കാലവും ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ അനന്തവും അമൂല്യവുമായ നന്മകൾ ഹൃദയത്തിലേറ്റുവാങ്ങി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അവരിലൂടെ അനേകാത്മാക്കൾ സ്വർഗഭാഗ്യത്തിന് അർഹരായിത്തീരുന്നു. സ്വന്തം ജീവിതം കൊണ്ടും ആത്മാവുകൊണ്ടും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ് ഓരോ ക്രൈസ്തവന്റെയും ദൗത്യം. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ആരാധനയിലൂടെയും അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നു. എല്ലാ നിമിഷവും അവിടുത്തോട് ഒപ്പമായിരിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു. ഇതാ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ക്രിസ്തുവിന് അനുരൂപപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വിശുദ്ധ. സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ലോകത്തിലും പരലോകത്തിലും ദിവ്യകാരുണ്യനാഥന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ ജമ്മ ഗൽഗാനി. കേവലം 25 വയസ്സുവരെ മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് ദിവ്യാനുഭവങ്ങളിലൂടെയും പഞ്ചക്ഷതങ്ങളിലൂടെയും തന്നിലെ ക്രിസ്തു സാന്നിധ്യത്തെ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി അനേകരെ ഈശോയിലേക്കടുപ്പിച്ച മഹത്തായ ഒരു വിശുദ്ധ. 1878 മാർച്ച് 12-ാം തീയതി ഇറ്റലിയിലെ കമിഗ്ലിയാനോയിലാണ് ജമ്മ ജനിച്ചത്. ഫാർമസിസ്റ്റായിരുന്ന ഹെൻറി ഗൽഗാനിയുടെയും ഔറേലിയയുടെയും 8 മക്കളിൽ 4-ാമത്തെ സന്താനമായിരുന്നു അവൾ. അവളുടെ ജനനത്തിനു ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുടുംബം ഇറ്റലിയിലെ മറ്റൊരു പട്ടണമായ ലുക്കായിലേക്ക് താമസം മാറി. നന്നേ ചെറുപ്പം മുതൽ തന്നെ ഏറെ സഹനത്തിലൂടെ കടന്നുപോയിരുന്ന ജമ്മയുടെ മാതാപിതാക്കൾ തികഞ്ഞ വിശ്വാസികളായിരുന്നു. പ്രത്യേകിച്ച് അമ്മ ഔറേലിയ. അവർ ഒരു ക്ഷയരോഗിയുമായിരുന്നു. അമ്മയുടെ അനാരോഗ്യം നിമിത്തം 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ജമ്മയെ ഒരു നഴ്സറി സ്കൂളിൽ വളർത്തുവാൻ ഏൽപ്പിച്ചിരുന്നു. അവൾക്ക് 7 വയസ്സ് പ്രായമായപ്പോഴേക്കും അമ്മ സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. മാത്രമല്ല, വൈദിക പഠനത്തിലായിരുന്ന ഒരു സഹോദരൻ ഉൾപ്പെടെ ജമ്മയുടെ 2 സഹോദരങ്ങളും ആ കാലങ്ങളിൽ നിത്യതയിലേക്ക് യാത്രയായി. അമ്മയുടെ മരണത്തിനു മുൻപായി അവൾക്കുണ്ടായ ഒരു അനുഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. 1885 മെയ് 26 ജമ്മ സ്ഥൈര്യലേപനം സ്വീകരിച്ച ദിവസം. സ്ഥൈര്യലേപനം അവൾക്കൊരു സ്വർഗീയമായ അനുഭവമായിരുന്നു. ആ നിമിഷങ്ങളിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്വരം മുഴങ്ങി. നിന്റെ അമ്മയെ എനിക്ക് തരുമോ എന്നായിരുന്നു അത്. ഉവ്വ്, എന്നെയും കൂടി ഒപ്പം കൂട്ടാമെങ്കിൽ മാത്രം, അവൾ ഉത്തരം പറഞ്ഞു. നിന്റെ അമ്മയെ ഇപ്പോൾ എനിക്ക് തരിക. അല്പം കഴിഞ്ഞ് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു മറുപടി. അതിന് ഉത്തരമായി അവൾക്ക് പറ്റില്ല എന്ന് പറയുവാനായില്ല. അത്തരത്തിൽ ഒരു ദൈവീക ഇടപെടൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായതിനാൽ തന്നെ ഏതാനും നാൾക്ക് ശേഷം അമ്മ മരിച്ചപ്പോൾ സമചിത്തതയോടെ ആയിരിക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അവൾക്ക് സാധിച്ചു. പക്ഷേ അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ സഹനമായിരുന്നു താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന അമ്മയുടെ വേർപാട്. അമ്മയുടെ മരണശേഷം വിശുദ്ധ സിറ്റയുടെ നാമധേയത്തിലുള്ള സന്യാസിനിമാരുടെ സ്കൂളിലാണ് അവൾ പഠിക്കുവാനായി അയക്കപ്പെട്ടത്. അവിടെ നിന്നും അവൾക്ക് ലഭിച്ച ആത്മീയ പരിശീലനം വളരെ വലുതായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിൽ അവൾ വളർന്നതിനൊപ്പം ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ആത്മീയ ബോധ്യത്തിലും ഉറച്ച പ്രാർത്ഥനാ ജീവിതത്തിലും ശക്തി പ്രാപിച്ചു. തന്നിൽ നിന്ന്
അകന്നുപോയ പെറ്റമ്മയുടെ സ്ഥാനത്ത് പരിശുദ്ധ അമ്മയെ അവൾ കണ്ടു. എൻ്റെ അമ്മയെ ഈശോ കൊണ്ടുപോയെങ്കിലും അവിടുത്തെ സ്വന്തം അമ്മയെ എനിക്കായി തന്നു എന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. സ്കൂൾ വിട്ടു വന്നതിനു ശേഷം പതിവായി 153 മണി ജപമാല മുട്ടിൽ നിന്ന് ചൊല്ലിയിരുന്നതിനൊപ്പം ഏറെ പരിഹാര പ്രവൃത്തികളും അവൾ അനുഷ്ഠിച്ചിരുന്നു. പരിശുദ്ധ കന്യകേ, എന്നെ ഒരു വിശുദ്ധയാക്കണമേ എന്നതായിരുന്നു അവൾ പതിവായി ഉരുവിട്ടിരുന്ന പ്രാർത്ഥന. 10 വയസ്സിനു മുൻപ് കുട്ടികൾക്ക് ആദ്യ കുർബാന നൽകുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ജമ്മയുടെ കുർബാന സ്വീകരണത്തോടുള്ള അഭിവാഞ്ച അടക്കാനാവാത്തതായിരുന്നു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി 9-ാം വയസ്സിൽ ആദ്യ കുർബാന നൽകുവാൻ തീരുമാനിച്ചപ്പോൾ അവളെ പരിചയമുള്ള ഒരു വൈദികൻ അതേപ്പറ്റി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മറ്റൊന്നും ചെയ്യുവാനില്ല, അല്ലെങ്കിൽ അവൾ ഹൃദയം പൊട്ടി മരിക്കുന്നത് നാം കാണേണ്ടി വരും. 1887 ജൂൺ 17 ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് തൻ്റെ നെഞ്ചിൽ സ്പർശിച്ചുകൊണ്ട് അവൾ കൂട്ടുകാരോട് പറഞ്ഞു: ഇവിടെ തീ കത്തുന്നതായി അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം അവളിൽ ആളിപ്പടരുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ പിന്നീട് എന്നും പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്: ജമ്മയെ ഒന്നിനും കൊള്ളില്ല, പക്ഷേ ഈശോ കൂടെയുണ്ടെങ്കിൽ ജമ്മയ്ക്ക് എന്തും ചെയ്യുവാൻ കഴിയും. കാലിനുണ്ടായ ഒരണുബാധയെ തുടർന്ന് ജമ്മയുടെ സ്കൂൾ ജീവിതം അവസാനിച്ചു. കൊടിയ വേദന സഹിച്ച് ഏറെ മാസങ്ങൾ അവൾ കിടപ്പ് രോഗിയായി തീർന്നു. ആ കാലത്ത് അവളുടെ കാലിൽ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതായുണ്ടായിരുന്നു. എന്നാൽ അതിനു മുൻപായി മരവിപ്പിക്കുവാൻ അവൾ ഡോക്ടറെ അനുവദിച്ചില്ല. ശസ്ത്രക്രിയ തീരുവോളം ഒരു ക്രൂശിത രൂപത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് നിശ്ചലയായി കിടന്ന അവളുടെ ധൈര്യവും സഹനശക്തിയും ഏവരെയും അതിശയിപ്പിച്ചു. ആരോഗ്യം തിരികെ ലഭിച്ചതിനു ശേഷം സ്വഭവനത്തിൽ വാസമുറപ്പിച്ച അവളുടെ പ്രധാന ദൗത്യം അമ്മയില്ലാത്ത ഇളയ കുഞ്ഞുങ്ങൾക്ക് ആശ്രയമാവുക എന്നതായിരുന്നു. അതോടൊപ്പം അയൽപ്പക്കത്തെ കുട്ടികളെ ആത്മീയ പാഠങ്ങൾ അഭ്യസിപ്പിക്കുവാനും ഹോസ്പിറ്റലുകൾ സന്ദർശിച്ച് വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സമയം കണ്ടെത്തി. സമാന പ്രായക്കാർ കളിചിരികളുടെയും ലോകസുഖങ്ങളുടെയും മാത്രം ലോകത്തായിരുന്ന ആ തീരെ ചെറിയ പ്രായത്തിൽ ജമ്മ തികച്ചും ആത്മീയ ബോധ്യങ്ങളുടെ തികവിലായിരുന്നു മുന്നേറിയിരുന്നത്. ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്ന സഹനത്തിൻ്റെയും ചെറുതാകലിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും അർത്ഥങ്ങളെ അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നു. അവളെ മനസ്സിലാക്കിയിരുന്ന ഒരു വൈദികൻ ഒരിക്കൽ പറയുകയുണ്ടായി: തുടർച്ചയായ പ്രാർത്ഥനയാണ് അവളുടെ ജീവിതം, കുരിശുരൂപമാണ് അവളുടെ പ്രാർത്ഥനാ പുസ്തകം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ എന്നും ധ്യാനിച്ചിരുന്ന അവളുടെ ജീവിതത്തിൽ ദൈവനിശ്ചിതമായ സഹനങ്ങൾ ഇനിയും വന്നു ചേരേണ്ടതായുണ്ടായിരുന്നു. ഏറെ താമസിയാതെ നട്ടെല്ലിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന് അവൾ കീഴ്പ്പെട്ടു. തുടർന്ന് ഏറെ വേദന സഹിച്ചുകൊണ്ട് കിടപ്പ് രോഗിയായി മാറിയ കാലത്തും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് അവൾ ഭംഗം വരുത്തിയില്ല. ആ നാളുകളിൽ പിന്നീട് വിശുദ്ധനായ ബ്രദർ ഗബ്രിയേൽ പൊസൻഡിയുടെ ജീവചരിത്രം അവൾക്ക് ലഭിച്ചു. പലതവണ അവൾ ആ പുസ്തകം വായിക്കുകയും ഗബ്രിയേലുമായി അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. കടുത്ത വേദനയുടെ മണിക്കൂറുകളിൽ ആശ്വാസവാക്കുകളുമായി അദ്ദേഹം അവൾക്കരികിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. 1899 ഫെബ്രുവരി ആയപ്പോഴേക്കും ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം ജമ്മയുടെ രോഗം മൂർച്ഛിച്ചു. തുടർന്ന്
അവളെ സന്ദർശിച്ച അരിസോ ബിഷപ്പ് രോഗസൗഖ്യത്തിനായി വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ നൊവേന ചൊല്ലുവാൻ ഉപദേശിച്ചു. നൊവേന അവൾ ആരംഭിച്ചുവെങ്കിലും രോഗപീഡകൾ നിമിത്തം 2 ദിവസത്തിനു ശേഷം തുടരുവാൻ സാധിച്ചില്ല. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പതിവായി ബ്രദർ ഗബ്രിയേൽ പൊസൻറ്റി അവൾക്കരികിലെത്തുകയും നൊവേന പൂർത്തിയാക്കുവാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് ജമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നു. നൊവേന അവസാനിച്ച ദിവസം അത്ഭുതകരമായി അവളുടെ രോഗം സൗഖ്യമായി. പിന്നീട് ഒരിക്കലും ആ രോഗം അവൾക്കുണ്ടായില്ല. തുടർന്ന് അവൾ ഒരു സന്യാസിനിയാകുവാൻ ആഗ്രഹിച്ചു. പലർക്കും അവളെ മഠത്തിലേക്ക് സ്വീകരിക്കുവാൻ മനസ്സുണ്ടായിരുന്നുവെങ്കിലും അതീവ ഗുരുതരമായ ഒരു രോഗത്തിൽ നിന്നും അവൾക്ക് ലഭിച്ച വിമുക്തിയെക്കുറിച്ച് സഭാ നേതൃത്വം സംശയിച്ചിരുന്നതിനാൽ അവൾക്ക് ഒരു മഠങ്ങളിലും പ്രവേശനം ലഭിച്ചില്ല. എങ്കിലും അവൾക്കുമേലുള്ള പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾ തുടർന്നു. പലപ്പോഴും ദിവ്യദർശനങ്ങളിലൂടെ ക്രൂശിതനായ ക്രിസ്തു പൂർണ്ണമായ പീഡാസഹനത്തിൻ്റെ തീഷ്ണതയിൽ അവൾക്കു മുന്നിൽ പ്രത്യക്ഷനായി. 1899 ജൂൺ 8-ാം തീയതി തിരുഹൃദയ തിരുനാളിൻ്റെ തലേ ദിവസം അന്ന് പതിവ് ധ്യാനത്തിൽ മുഴുകിയിരുന്ന അവൾക്ക് ഒരു ദിവ്യാനുഭവമുണ്ടായി. പരിശുദ്ധ അമ്മയോടും കാവൽ മാലാഖയോടുമൊപ്പം അവൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിൽ നിന്നും പുറപ്പെട്ട അഗ്നി അവളെ സ്പർശിച്ചു. ഏറെ നേരം ബോധരഹിതയായ അവൾ ഉണർന്നപ്പോൾ അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന തിരുമുറിവുകൾക്ക് സമാനമായ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുകയായിരുന്നു. മരണം വരെയും ഏറെ അത്ഭുതകരമായ ദിവ്യാനുഭവങ്ങൾ ജമ്മയുടെ ജീവിതത്തിൽ തുടർന്നു. തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം പകർന്നു കൊടുത്തതുവഴിയായി ഈശോ അവൾക്ക് നൽകിയ ആത്മീയ ഉൾക്കാഴ്ചകൾ വലുതായിരുന്നു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയായിരുന്നു അവളുടെ പ്രാർത്ഥനകൾ അത്രയും. അത് അനേക പാപികളുടെ സ്വർഗപ്രവേശത്തിന് പര്യാപ്തമായി സ്വർഗം പരിഗണിച്ചുകൊണ്ടുമിരുന്നു. 1902 പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ അവൾ പെട്ടെന്ന് രോഗബാധിതയായി. മരണം വരെയുള്ള ഏതാനും മാസങ്ങൾ അവൾക്ക് ഭക്ഷണം പോലും കഴിക്കാനാവാത്തത്ര വേദന സഹിക്കേണ്ടതായി വന്നു. ആരോഗ്യം അനുദിനം ക്ഷയിച്ച് ആ ശരീരം അസ്ഥികൾ മാത്രമായി ചുരുങ്ങി. സ്വർഗത്തിലേക്കുള്ള യാത്ര അടുത്തിരുന്നുവെന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നതിനാൽ രോഗനിർണയമോ ചികിത്സയോ അവൾ അനുവദിച്ചില്ല. അവൾ ഒരിക്കൽ പറഞ്ഞു, ഈ സഹനം ക്രിസ്തുവിനും അവിടുത്തെ മഹത്വത്തിനും വേണ്ടിയെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം ഈ വേദനകൾ സഹിക്കുവാനാണ്. ജമ്മയുടെ ഇഷ്ടാനുസരണം ദൈവം അവൾക്ക് ഏറെ സഹനങ്ങൾ നൽകി. ഒടുവിൽ 1903 ദുഃഖവെള്ളിയാഴ്ച, അന്ന് ക്രിസ്തുവിനോടുകൂടെ അവൾ കാൽവരിയിലായിരുന്നു. അവിടുത്തെ പീഡാസഹനത്തിൻ്റെ പൂർണ്ണമായ അനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയി. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ അഭൗമികമായ ഒരു പ്രകാശം അവളുടെ മുഖത്ത് നിറയുന്നത് ഒപ്പമുണ്ടായിരുന്നവർ കണ്ടു. 1903 ഏപ്രിൽ 11-ാം തീയതി 25-ാം വയസ്സിൽ ആ ആത്മാവ് സ്വർഗഭാഗ്യത്തിനായി ഈ ലോകത്തോട് വിട പറഞ്ഞു. 20 വർഷങ്ങൾക്ക് ശേഷം 1933 ജമ്മ ഗൽഗാനി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടു. 1940 മെയ് 2-ാം തീയതി പിയൂസ് 12-ാമൻ പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, കുരിശിൽ പീഡകളേറ്റ് ഞങ്ങൾക്കു വേണ്ടി മരണം വരിച്ച അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ മഹത്വത്തെ ലോകത്തിനു മുന്നിൽ ഉദ്ഘോഷിക്കുവാൻ വിശുദ്ധ ജമ്മ ഗൽഗാനിയെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവളുടെ മാതൃക ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഹനങ്ങളെ വിശുദ്ധീകരണത്തിനായി അങ്ങയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.